ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് വേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വായോ. ഈ പ്ലാവിലാണ് നമ്മളെ മെയിനായിട്ടായ ചക്കപ്പൂലുള്ളത്. വലിയ ഉയരത്തിലൊന്നുമില്ല, ഒരു തോട്ടിയും കൊണ്ട് നമുക്ക് പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറിക്കട്ടെ. തോട്ടിയും കൊണ്ട് അതിസാഹസികമായിട്ട് ഞാനൊരു ചക്കപ്പൂല് പറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെയും എന്നാ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ചക്കപ്പൂല് വീഴുന്നത് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. നോക്കിയാട്ടെ, സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിസാഹസികമായിട്ട് ഇതിൻ്റെ മേലെന്ന് പറിച്ചതാണ് ഗൈസ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഞാനാണ് പറിച്ചതെന്ന്. പക്ഷെ ഞാനല്ല പറിച്ചത്. തൊലി കളഞ്ഞ് മുറിച്ചെടുത്ത ചക്കപ്പൂല് നന്നായി കഴുകി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നിങ്ങൾക്കിത് സ്വന്തമായിട്ടും ചെയ്യാം, എന്നെപ്പോലെ അസിസ്റ്റൻറ്റിനെ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്താലും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെസിപ്പിക്ക് ആവശ്യമായിട്ടില്ല. കുറച്ച് കപ്പപ്പറങ്കിയും കരിയാമ്പലയും പറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടുമുറ്റത്തു നിന്ന് തന്നെ പറിക്കുമ്പം അതിന് പ്രത്യേക വൈബാണല്ലേ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പീടികയിൽ പറങ്കി മേടിക്കലേ ഇല്ല. എന്ത് രസമാണല്ലേ ഇങ്ങനെ പറിച്ചെടുക്കാൻ. അപ്പം ഇതിന് നമ്മളിവിടെ കപ്പപ്പറങ്കി എന്നാണ് പറയൽ. എങ്ങനെ ആ പേര് വന്നു എന്നറിയില്ല. ആർക്കെങ്കിലും അറിയുന്നെങ്കിൽ പറഞ്ഞു തരണേ. ഇനി കപ്പയിൽ ചാലിച്ച് കഴിക്കുന്നതുകൊണ്ടാണോപ്പാ. അപ്പോൾ ആവശ്യത്തിനുള്ള പറങ്കി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെസിപ്പിയിലേക്ക് ആവശ്യത്തിന് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ കപ്പപ്പറങ്കി കരിയാമ്പില ആണ് വേണ്ടത്. ഇത് നന്നായി പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കപ്പപ്പറങ്കി കരിയാമ്പില എല്ലാം ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേബി ജാക്ക് ഫ്രൂട്ട് കട്ട്ലറ്റ് അഥവാ ചക്കപ്പൂല് കട്ട്ലറ്റ്. ഈ ബേബി ജാക്ക് ഫ്രൂട്ട് എന്ന് ഞാൻ ഉണ്ടാക്കിയ പേരാണ് കേട്ടോ. അപ്പം നന്നായി വഴണ്ട് വന്നതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ കുഞ്ഞലെല്ലാം ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ എരിവ് ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡാക്കിയിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ പറയാനുള്ളൊരു പരിമിതി ഉള്ളത് കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടും പറയാൻ പറ്റാത്തത്. അപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഉള്ളി മിക്സ് ആക്കിയത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചക്കപ്പൂല് വേവിച്ച് ചതച്ചെടുത്തത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അത് തണിഞ്ഞതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ഓരോന്നായിട്ട് ഷേപ്പിൽ എടുക്കാം. ഇത് വളരെ മൃദുവാണ്, അതായത് ചക്കപ്പൂലായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉരുളകളാക്കുമ്പോഴും എടുക്കുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കതിലേക്ക് 2 മുട്ടയിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ ഈ ആക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റിൻ്റെ അത് മുക്കി ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതാക്കുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തീ അധികം കൂട്ടാൻ പാടില്ല, ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ കുക്ക് ചെയ്യുന്നത്. കാരണം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ കട്ട്ലറ്റ് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ചൂട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കട്ട്ലറ്റിൻ്റെ അതേ ടേസ്റ്റ് ആയിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ നോൺ വെജ് കഴിക്കുന്നവർക്കും വെജ് കഴിക്കുന്നവർക്കെല്ലാം ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ അമ്മയുടെയും അമ്മമ്മേൻ്റെയും സൗണ്ട് കേൾക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ ബൈ, സീ യു.